റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയാലോ എന്നവാ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം എന്നവാ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം മാഗ്നേറ്റ് ചെയ്യുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. അത് ചൂടാറിയതിന് ശേഷം അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽറ്റ് ചെയ്ത് നിന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കസൂരി മേത്തും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.